നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ നോർവേയാണ് നേരിടുന്നത്. ആ മത്സരം ജൂലൈ 5-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 6-ന് തിങ്കളാഴ്ച പുലർച്ചെ 1:30-നാണ് ന്യൂയോർക്കിൽ ഈ മത്സരം നടക്കുന്നത്. ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ ഈ മത്സരം നടക്കുന്നു. അപ്പം ബ്രസീലിൻ്റെ എതിരാളികൾ നോർവേ ആകുമ്പോൾ നോർവേക്കെതിരെയുള്ള ബ്രസീലിൻ്റെ മുൻകാല കളികളുടെ ചരിത്രം എന്താണ്? ഒരിക്കൽ പോലും ബ്രസീലിനെ തോൽപ്പിക്കാൻ പറ്റാത്ത ടീമാണ് നോർവേ. ആ ചരിത്രം തിരുത്തി കുറിക്കാൻ ഡോൺ കാർലോക്കും സംഘത്തിനും കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. മറുഭാഗത്ത് സൊർലോത്തും ഒഡേഗാർഡും പിന്നെ സാക്ഷാൽ ഏർലിംഗ് ഹാലൻഡും അണിനിരക്കും. എളുപ്പമാവില്ല ഒരിക്കലും ബ്രസീലിന്. അപ്പോൾ നമ്മൾ ആ പഴയ കഥയും കണക്കും ഒക്കെ നോക്കിയാണ്. 4 കളികളാണ് ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിലൊന്ന് വേൾഡ് കപ്പിലാണ്, ബാക്കി 3 ഫ്രണ്ട്ലിയാണ്. 2 നോർവേ ജയിച്ചു, 2 സമനില. ബ്രസീലിന് ഇന്ന് വരെ നോർവേയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. 1998 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലാണ് ഒരേ ഒരു തവണ ബ്രസീലും നോർവേയും തമ്മിൽ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അന്ന് 2-1 വിജയിച്ച് കയറിയത് നോർവേയാണ്. ബ്രസീൽ ആധിപത്യം പുലർത്തിയ കളി, ബ്രസീലിന് ഗോളടിക്കാൻ പറ്റാതെ പോയ കളിയുടെ അവസാന ഘട്ടത്തിലാണ് പിന്നെ ഗോളുകളെല്ലാം കൂടി വന്നത്. അവിടെ ബ്രസീൽ ഗോളടിച്ചു. ആദ്യം ബെബറ്റോയുടെ ഗോൾ, ഡെനിൽസൻ്റെ ഒരു കിടിലൻ ക്രോസ്, ഇന്ന് ഓർക്കുന്നു അത്. അതിലൂടെ അദ്ദേഹം ബെബറ്റോ പന്ത് വലയിലേക്ക് എത്തിച്ചു. കളിയുടെ 78-ാമത്തെ മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ തിരിച്ചടിച്ചു നോർവേ 83-ാമത്തെ മിനിറ്റിൽ ആന്ദ്രേ ഫ്ലോ. വാവ്, അവിടെ ഒരു സൂപ്പർ പ്ലെയർ ആയിരുന്നു അത്. അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു, ബ്രസീലിൻ്റെ വലയിലേക്ക്. 83-ാമത്തെ മിനിറ്റിൽ കളി സമനില. എന്നാൽ പിന്നെ സമനില കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതിയെങ്കിൽ തെറ്റി ബ്രസീലിന്. അവസാന ഘട്ടത്തിൽ ജൂനിയർ ബയാനോയുടെ ഫൗൾ, ആന്ദ്രേ ഫ്ലോയെ അദ്ദേഹം പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്യുന്നു. പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് KT റെഗ്ഡാൽ നോർവേ വിജയിപ്പിച്ചു. ഒരേ ഒരു മത്സരമാണ്, കോമ്പറ്റേറ്റീവ് ഗെയിം, വേൾഡ് കപ്പ് ഗെയിം അവർ ഏറ്റുമുട്ടിയത്. നോർവേ ജയിച്ചു. ബാക്കി 3 ഫ്രണ്ട്ലികളിൽ സംഭവിച്ചത് 1988 ആദ്യ ഫ്രണ്ട്ലി മത്സരം 1-1 സമനില. 1997 2ാം ഫ്രണ്ട്ലി മത്സരം ബ്രസീലിനെ അങ്ങ് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു അവർ. 4-2 വിജയം. പിന്നെ 2006 ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയത്. ആ ഫ്രണ്ട്ലി മത്സരം 1-1 സമനില. ചുരുക്കത്തിൽ സമീപകാലത്തൊന്നും കളിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയിട്ട് 10-20 കൊല്ലക്കാലവുമായി. ഇന്ന് വരെ ബ്രസീലിന് നോർവേയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഏർലിംഗ് ഹാലൻഡും സംഘവും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു പോകും. ബ്രസീലിന് പുറത്തേക്കുള്ള വഴിയുമാകും. അത് സംഭവിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.